ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടനേകം സിനിമകളാണല്ലോ വിവിധ ഭാഷകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ലാൽ സലാം എന്ന സിനിമ. ഐശ്വര്യ രജനികാന്തിന്റെ സംവിധാനത്തിൽ രജനികാന്ത്, വിഷ്ണു വിശാൽ, വിക്രാന്ത്, ഒപ്പം തന്നെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൂടിയ ലോകകപ്പ് കിരീടം നേടിത്തന്ന കപിൽ ദേവ് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ ലാൽ സലാം എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഒരു മാസ് ആക്ഷൻ, സ്പോർട്സ്, ഡ്രാമ, പൊളിറ്റിക്കൽ, എന്റർടൈനർ സിനിമ കൂടിയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ രജനിയുടെ ഏറ്റവും പുതിയ സിനിമയാണ്. ജയിലറിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വലിയ ഹൈപ്പോടെ ഒന്നും തന്നെയല്ല, വലിയ പ്രതീക്ഷകളോടെയല്ല തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോഴത്തെ സിനിമ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ പ്രകാരം പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് എങ്ങും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. രജനി കാമിയ റോളിൽ എത്തുന്നുവെന്നാണ് സിനിമയിലെ രജനിയുടെ റോളിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ റിപ്പോർട്ടുകൾ പ്രകാരം ഉണ്ടായിരുന്നതെങ്കിൽ സിനിമയിലെ രജനിക്ക് ഒരു കാമിയോ, എക്സ്റ്റൻഡഡ് കാമിയോ എന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂറേഷൻ എല്ലാം തന്നെ ലഭ്യമായിട്ടുണ്ട്. ആദ്യ പകുതിയിൽ 15 മിനിറ്റ് റോളാണ് രജനിക്കെങ്കിൽ രണ്ടാം പകുതി മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത് സാക്ഷാൽ തലൈവർ രജനികാന്ത് തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആദ്യ പകുതിക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് രണ്ടാം പകുതിക്ക് ആദ്യ പകുതിയേക്കാൾ ഒരുപാട് മികച്ച അഭിപ്രായങ്ങളും ക്ലൈമാക്സിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് ലാൽ സലാം നേടിയെടുത്തിരിക്കുന്നത്. സിനിമയിലെ രജനി അവതരിപ്പിച്ച മൊയ്തീൻ ബായ് എന്നൊരു കഥാപാത്രത്തിന് AR റഹ്മാന്റെ സംഗീതത്തിന്, അതോടൊപ്പം തന്നെ സിനിമയിൽ രജനിക്ക് ഒരു ആക്ഷൻ രംഗം മാത്രമുള്ളൂ എങ്കിലും ആ ഫൈറ്റ് സീൻസ് എല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ജയിലറിന് ശേഷം അടുത്തതായിട്ട് തിയേറ്ററുകളിൽ തരംഗമാകാൻ പോകുന്ന സിനിമയായിരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സിനിമയ്ക്ക് പ്രീ റിലീസ് ഹൈപ്പോ അതല്ലെങ്കിൽ സിനിമയ്ക്ക് പ്രീ റിലീസ് മികച്ച ബുക്കിംഗ് ഒന്നും തന്നെ നേരത്തെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമ തിയേറ്ററുകളിൽ തരംഗമാകുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൽ ജയിലർ എന്ന സിനിമ വലിയ വിജയമാണ് നേടിയെടുത്തത്. എന്നാൽ അതിനുശേഷം എത്തുന്ന സിനിമയായിരുന്നിട്ട് പോലും കേരളത്തിൽ ഒരു തരത്തിലും മികച്ച പ്രീസെൽ കളക്ഷനോ ഇപ്പോൾ പോലും മികച്ചൊരു ബുക്കിംഗോ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത്ഭുതങ്ങൾ ഗോകുല മൂവീസ് കേരളത്തിലേക്ക് എത്തിച്ച ലാൽ സലാമിന്റെ കാര്യത്തിൽ നടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട തമിഴ് സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. മറ്റു സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കും.